മായാസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ചെറിയൊരു വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തെങ്ങിൻ്റെ ചുവട്ടിൽ പയർ നട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ വിത്തിന് ഇട്ടിരിക്കുന്ന വെള്ള പാവലാണ് കേട്ടോ. അത് വിളവെടുത്താണ്. ഇത് മയിൽപ്പീലി ചീരയാണ് കേട്ടോ. ഇത് മറ്റുള്ള ചീര പോലെ തന്നെ നല്ല ടേസ്റ്റാണിത്. ഇപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നിറച്ച് ചെനപ്പുണ്ടാകുന്നുണ്ട്. ഇത് വളർന്ന് ഇതുപോലെ ആകും. അപ്പം നമുക്ക് വീണ്ടും എടുക്കാനൊക്കെ ആയിട്ടൊക്കെ പറ്റും. ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വെണ്ടയുടെ തൈകളാണ് കേട്ടോ. ഇത് കുറച്ച് ചെറിയ തൈകളായിരിക്കുമ്പോഴേ ഇതിനകത്ത് ഇങ്ങനെ വെണ്ടയ്ക്ക ഉണ്ടായി തുടങ്ങും. അപ്പം ഇതിൽ ഞാൻ കുറേ എടുത്തായിരുന്നു. ഇതാണ് ബട്ടർനട്ട്. ഇതെനിക്ക് ഒരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ. ഈ ബട്ടർനട്ട് ഈ ഷേപ്പല്ല, ഇതെന്താ ഇങ്ങനെ ആയെന്നറിയില്ല. ഇതൊരു ആദ്യത്തെ വിളവെടുപ്പാണ് ഇതിൻ്റെ. ബട്ടർനട്ടാണിത്. ശരിക്കും ബട്ടർനട്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ഇത് വെള്ളരിയുടെ ലാസ്റ്റ് വിളവെടുപ്പാണ് കേട്ടോ. വെള്ളരിക്ക ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ബാക്കി നിൽക്കുന്നതൊക്കെയാണിത്. ചെറുതായിപ്പോയി. അതുപോലെ ഇത് മുരിങ്ങമരമാണ് കേട്ടോ. എനിക്കിവിടെ ഒരു 5-6 മുരിങ്ങമരം ഉണ്ട് ഇതുപോലെ. ഇതൊക്കെ നിറച്ച് ഇഷ്ടം പോലെയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ നിറയെ ഉണ്ടായിട്ട് കൊമ്പൊക്കെ ഒരുപാട് വെയിറ്റ് കാരണം ഒടിഞ്ഞൊക്കെ പോയി. അപ്പം ഇപ്രാവശ്യം ഉണ്ടെങ്കിലും കഴിഞ്ഞ വർഷത്തെ അത്രയൊന്നും ഇല്ല. എന്നാലും ഉണ്ടാകുന്നുണ്ട്. ഇത് പൂവൊക്കെ ആയിട്ട് ഇപ്പം ആയി ഒക്കെ വരുന്നതേ ഉള്ളൂ. ഇഷ്ടം പോലെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ മൂത്തതൊക്കെ നിൽക്കുന്നുണ്ട്. ആദ്യം ഉണ്ടായതൊക്കെ കറിക്കുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പം. ഇത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പം ഇവിടെ ഇത് കുറച്ചേ നിൽക്കുന്നുള്ളൂ. ഞാൻ ആവശ്യമൊക്കെ വരുമ്പോൾ മാത്രം പെറുക്കിയെടുക്കാറുള്ളൂ. ഇതെൻ്റെ ഗുണ്ടുമുളകാണ്. പഴുത്ത് നിൽക്കണതൊക്കെ പറിച്ചെടുത്തേക്കാന്ന് വിചാരിച്ച്. ഇത് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നട്ടേക്കുന്നതാണ് കേട്ടോ. വയലറ്റ് ക്യാബേജും പച്ച ക്യാബേജും. ഇത് കേൽച്ചീര. ഇത് വ്ളാത്താങ്കര ചീരയാണ് കേട്ടോ. അല്ല, വലിപ്പം വെക്കുന്ന ചീരയാണ്. ആദ്യം നട്ടതൊക്കെ ഒരുവിധം വലുതായി. ഇനിയും പറിച്ച് നടാനൊക്കെ ഉണ്ട്. പറിച്ച് നട്ടോണ്ടൊക്കെ ഇരിക്കുന്നു. ഇനി ഇത് ബ്ലാക്ക് വഴുതനയാണ് കേട്ടോ. ഇതെൻ്റെ തക്കാളിയാണ്. ഇപ്രാവശ്യം തക്കാളി ഞാൻ ഓരോ കപ്പയുടെയും മരത്തിൻ്റെയൊക്കെ ചുവട്ടിലൊക്കെയാണോ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ചാക്കിലും ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ടാണ് ഇത് നട്ടിരിക്കുന്നത്. കണ്ടു കഴിയുമ്പോൾ പിന്നെ പറിക്കാനൊന്നും തോന്നുന്നില്ല. ഇതിങ്ങനെ നിൽക്കണ കാണുമ്പോൾ പറിക്കാൻ തോന്നില്ല. അപ്പം ഞാൻ 2 എടുക്കണുള്ളൂ. ഇത് പച്ചപ്പാവലാണ് കേട്ടോ. ഒരു മൂടിൽ നിന്നുണ്ടായതാണിത്. നല്ല ഗുണമുള്ള പാവയ്ക്കാണിത്. ഇഷ്ടം പോലെ ഉണ്ടായി. ഇനി ഉണ്ടാകുന്നുണ്ട് ഇതിനകത്ത്. അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് തക്കാളി. ഇത് വെള്ള വഴുതനയാണ്. എനിക്ക് വെള്ള വഴുതന, വയലറ്റ് വഴുതന, ബ്ലാക്ക്, പച്ച വഴുതന, ഉണ്ട വഴുതന, കത്രിക്ക, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇത്രയും കിട്ടി. 2 ദിവസത്തേക്കുള്ളത് കിട്ടിയിട്ടുണ്ട്.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.